വെൽക്കം ബാക്ക് ടു വൺവെസ്റ്റർ. ഇന്നത്തെ എപ്പിസോഡ് നോ കോസ്റ്റ് ഇ എം ഐ കുറിച്ചാണ്. നോ കോസ്റ്റ് ഇ എം ഐ എന്താണെന്നും അതിനെന്തെങ്കിലും ചാർജസ് ഉണ്ടോയെന്നും അതുകൊണ്ട് ഒരു ബാങ്കിനും ഇ കൊമേഴ്സ് കമ്പനിക്കും അതുപോലെ നിങ്ങൾക്കും എന്താണ് ഗുണമെന്നുമാണ് ഞാൻ പറയാൻ പോകുന്നത്. മാത്രമല്ല ഒരു നോ കോസ്റ്റ് ഇ എം ഐയും 0% ഇ എം ഐയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നും ഞാൻ പറയുന്നതായിരിക്കും. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഇ കൊമേഴ്സ് കമ്പനികളും 0% ഇ എം ഐ ലോൺ അല്ലെങ്കിൽ നോ കോസ്റ്റ് ഇ എം ഐ ലോൺ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ ക്രെഡിറ്റ് കാർഡ് ഹോൾഡേഴ്സിന് മാത്രമായിരുന്നു ഈ ലോൺസ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് ഡെബിറ്റ് കാർഡ് ഹോൾഡേഴ്സിനും ഈ ലോൺസ് അവൈലബിൾ ആണ്. അതുപോലെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഈ ലോൺസ് എല്ലാം 0% ഇ എം ഐ ലോൺസ് ആയിരുന്നു. പക്ഷേ ഇന്ന് ഈ ലോൺസ് ഒക്കെ അറിയപ്പെടുന്നത് നോ കോസ്റ്റ് ഇ എം ഐ ആയിട്ടാണ്. സോ ഇന്നത്തെ എപ്പിസോഡിൽ ഈ 0% ഇ എം ഐ ലോൺസും അതുപോലെ നോ കോസ്റ്റ് ഇ എം ഐ ലോൺസും എന്താണെന്നും അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നും അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും ഈ ലോൺസിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ അവൈൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ചാർജസ് വല്ലതും ഉണ്ടോ എന്നുമാണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ ഞാൻ 0% ഇ എം ഐ ലോൺസിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. 0% ഇ എം ഐ ലോൺസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി RBI ബാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും ഞാനത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് പറയാൻ പോകുന്നത്. സപ്പോസ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇ കൊമേഴ്സ് സൈറ്റ് 0% ഒരു ലാപ്ടോപ്പ് തരുവാണെന്ന് വിചാരിച്ചു. നമുക്ക് അസ്യൂം ചെയ്യാം ലാപ്ടോപ്പിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 45,000 റുപ്പീസാണ്. ഇനി എങ്ങനെയാണ് അല്ലെങ്കിൽ എപ്പോഴാണ് നിങ്ങൾക്ക് ആ ലോൺ 0% ആണെന്ന് പറയാൻ പറ്റുക? ഇപ്പം നിങ്ങളുടെ ലോൺ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 45,000 ആണ്. ഇപ്പം അത് 6 മാസത്തേക്കാണ് ലോൺ തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ 45,000 ഡിവൈഡഡ് ബൈ 6 ചെയ്യുമ്പം കിട്ടുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ 7,500 ആണ്. നിങ്ങളുടെ ഇ എം ഐ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ 7,500 റുപ്പീസ് മാത്രമേ ഉള്ളൂ 6 മാസത്തേക്കെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ലോൺ എന്ന് പറഞ്ഞാൽ 0% ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി അതല്ല, അങ്ങനൊരു ലോൺ തന്നപ്പോഴത്തേക്ക് നിങ്ങളുടെ ഒരു പ്രോസസ്സിംഗ് ഫീ ആയിട്ട് ഒരു 2,000 റുപ്പീസ് ചാർജ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ലോൺ ചിലപ്പം 0% ആയിരിക്കാം. പക്ഷേ നിങ്ങൾ പേ ചെയ്തിരിക്കുന്ന എഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ 15.78% ആണ്. ആ 15.78% കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളിപ്പോൾ ഒരു 45,000 രൂപ 15.78% ഇൻട്രസ്റ്റ് റേറ്റിൽ ലോണായിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ റീപേയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ 47,000 റുപ്പീസ് ആയിരിക്കും. സോ നിങ്ങളുടെ എഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ 0 അല്ല, ഈ പറയുന്ന 15.78% ആകും. ഇനി അതൊന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഇ എം ഐ കാൽക്കുലേറ്ററിൽ ഈ ഡേറ്റ എൻ്റർ ചെയ്താൽ മതി. ലെറ്റ്സ് സേ ഇപ്പം നിങ്ങളുടെ ലോൺ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 45,000 റുപ്പീസ് ആയിട്ട് നമുക്ക് കൊടുക്കാം. അതുപോലെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ 15.78% ആയിട്ടും കൊടുക്കാം. അതുപോലെ 6 മാസത്തേക്കാണ് ലോൺ എടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ലോൺ ഇ എം ഐ എന്ന് പറഞ്ഞാൽ 7,849 വരും. നിങ്ങളുടെ ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 6 മാസം കൊണ്ട് 2,094 വരും. നിങ്ങളുടെ ടോട്ടൽ റീപേയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ 47,000 റുപ്പീസ് അറൗണ്ട് വരും. അതായത് നേരത്തെ കാണിച്ചിരുന്ന അതേ ഡേറ്റ് തന്നെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ ടോട്ടൽ ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറഞ്ഞാൽ 47,000 റുപ്പീസ് തന്നെയാണ് ആ 0% ഇൻട്രസ്റ്റിൻ്റെ കേസിലും ഈ 15.78% ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഈ കേസിലും. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ആ ലോണ് 0%ലാണ് കിട്ടിയെന്ന് പറയാൻ പറ്റത്തില്ല. നിങ്ങളുടെ എഫക്റ്റീവായിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന 15.78% തന്നെയാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് നോ കോസ്റ്റ് ഇ എം ഐ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളതാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു 0% ഇൻട്രസ്റ്റ് ലോൺസ് എന്ന് പറഞ്ഞാൽ അത് RBI ഓൾറെഡി ബാൻ ചെയ്തതാണ്. കാരണം ബാങ്കുകൾക്ക് 0% ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല എന്ന് ഒരു റൂൾ വന്നു. അപ്പോൾ ബാങ്ക്സിന് അത് ബാൻ ചെയ്യേണ്ടി വന്നു. പക്ഷേ ബാങ്കുകളും ഇ കൊമേഴ്സ് കമ്പനികളും RBIയുടെ ആ 0% ഇൻട്രസ്റ്റ് ലോണിൻ്റെ ബാനിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഇറക്കിയിരിക്കുന്ന ഒരു പുതിയ സ്കീമാണ് ഈ നോ കോസ്റ്റ് ഇ എം ഐ സ്കീം എന്ന് പറഞ്ഞാൽ. സോ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഞാനിപ്പം ആക്ച്വൽ നമ്പേഴ്സോ ഡേറ്റയോ ബേസ് ചെയ്തിട്ടല്ല ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ ഒരു റാൻഡം കേസ് സ്റ്റഡി മാത്രമാണ്. സപ്പോസ് നിങ്ങൾ ഒരു മൊബൈൽ ഫോൺ ഓൺലൈനിൽ മേടിക്കാൻ തീരുമാനിച്ചു എന്ന് വിചാരിച്ചു. നിങ്ങളുടെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ 25,000 റുപ്പീസുമാണ്. അതായത് നിങ്ങൾ ഫുൾ എമൗണ്ട് കൊടുത്തിട്ട് മേടിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ 25,000 റുപ്പീസുമാണ്. സോ നിങ്ങളൊരു സാംസങ്ങിൻ്റെ മൊബൈലാണ് മേടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇനി അത് വാങ്ങിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഇ കൊമേഴ്സ് സൈറ്റിൽ നിങ്ങൾ ലേറ്റസ്റ്റ് ഐഫോണിൻ്റെ ഒരു ഓഫർ കണ്ടു. 1,00,000 രൂപ വിലയുള്ള ഒരു ഐഫോണ് നിങ്ങൾക്ക് നോ കോസ്റ്റ് ഇ എം ഐയിൽ തരുമെന്നുള്ളത്. സോ നിങ്ങൾ ഐഫോണിൻ്റെ ഓഫർ കണ്ടപ്പോഴത്തേക്ക് അത് മേടിക്കാൻ തീരുമാനിച്ചു എന്ന് വിചാരിച്ചു. സോ ആ ഐഫോണിൻ്റെ വില എന്ന് പറഞ്ഞാൽ 1,00,000 റുപ്പീസാണ്. അതിന് നോ കോസ്റ്റ് ഇ എം ഐ ഉള്ളതുകൊണ്ട് നിങ്ങൾ സാംസങ് മേടിക്കേണ്ടെന്ന് തീരുമാനിച്ചു. പകരം നിങ്ങൾ ഐഫോൺ മേടിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണെങ്കിൽ ആ നോ കോസ്റ്റ് ഇ എം ഐ കാരണം നിങ്ങളുടെ ഇ എം ഐ എന്ന് പറഞ്ഞാൽ 1,00,000/6 വരും. അതായത് 16,666 വരും നിങ്ങളുടെ മന്ത്ലി ഇ എം ഐ എന്ന് പറഞ്ഞാൽ. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ ഇ എം ഐ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അത്ര സിമ്പിളായിട്ടല്ല.
ശരിക്കും നിങ്ങൾക്ക് ഒരു 1 lakh റുപ്പീസിൻ്റെ നോ കോസ്റ്റ് EMI കിട്ടുകയാണെങ്കിൽ ആ 1 lakh by 6 ചെയ്യുമ്പം കിട്ടുന്ന ഈ എമൗണ്ട് ആയിരിക്കണം നിങ്ങളുടെ EMI എന്ന് പറഞ്ഞാൽ. പക്ഷേ നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ ഓരോ മാസത്തെ EMI എന്ന് പറഞ്ഞാൽ ഈ 16,000 ആയിരിക്കത്തില്ല, അതിൽ കൂടുതലായിരിക്കും. ഇനി അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, RBI 0% ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ ആ ലോണിൻ്റെ കോൺസെപ്റ്റ് ബാൻ ചെയ്തിട്ടുണ്ട്. പകരം ബാങ്കുകൾ ഇപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവർ ഒരു ഇൻട്രസ്റ്റ് ചാർജ് ചെയ്തിട്ട് തന്നെയാണ് നിങ്ങൾക്ക് ലോൺ തരുന്നത്. ലെറ്റ്സ് സേ ഇപ്പം 12% ആയിരിക്കാം അവർ ചാർജ് ചെയ്തിരിക്കുന്ന ഇൻട്രസ്റ്റ്. ഇനി ആ 12% ചാർജ് ചെയ്യുമ്പം വരുന്ന ഇൻട്രസ്റ്റ് എത്ര ആണോ ആ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ഇ-കൊമേഴ്സ് കമ്പനി ഒരു ഡിസ്കൗണ്ട് ആയിട്ട് തരും. സോ നിങ്ങളുടെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ലെറ്റ്സ് സേ ഇപ്പം ഐഫോണിൻ്റെ കേസിൽ 1 lakh റുപ്പീസ് ആയിരുന്നു ശരിക്കുള്ള ആ കോസ്റ്റ്. പക്ഷേ നിങ്ങൾ നോ കോസ്റ്റ് EMI അവൈൽ ചെയ്യുകയാണെങ്കിൽ ആ ഫോണിൻ്റെ പ്രൈസ് ചിലപ്പം 95,000 ആയിരിക്കും, അല്ലെങ്കിൽ 96,000 ആയിരിക്കും. അതായത് 4,000 രൂപ എത്രയാണോ ആ 12% വെച്ചിട്ട് നോക്കുമ്പോൾ കിട്ടുന്ന ഇൻട്രസ്റ്റ് എത്രയാണോ ആ എമൗണ്ട് ഇവർ ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പം അങ്ങനെ നോക്കുമ്പോഴും ആക്ച്വലി നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ തന്നെയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺവീനിയൻറ്റ് തന്നെയാണ്. ഇനി ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ 12% ഇൻട്രസ്റ്റ് ബാങ്ക് ചാർജ് ചെയ്യുമ്പം അതിൻ്റെ GSTയും വരും. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇ-കൊമേഴ്സ് കമ്പനി നോ കോസ്റ്റ് EMI ഡിസ്കൗണ്ട് തരുമ്പോഴത്തേക്ക് ആ ഇൻട്രസ്റ്റ് മാത്രമാണോ അവർ റീഫണ്ട് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ആയിട്ട് തന്നിട്ടുള്ളത്, അതോ ബാങ്ക് ചാർജ് ചെയ്യാൻ പോകുന്ന GST എമൗണ്ടും അവർ തന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ആ ഇ-കൊമേഴ്സ് കമ്പനി നോ കോസ്റ്റ് EMI ഡിസ്കൗണ്ട് ആയിട്ട് ആ ടോട്ടൽ ഇൻട്രസ്റ്റും അതിൻ്റെ GSTയും നിങ്ങൾക്ക് തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു നല്ല ഡീൽ തന്നെയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഇനി ഇതിൻ്റെ ഒരു അപ്പുറത്തെ വശം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഇ-കൊമേഴ്സ് കമ്പനിക്കും അല്ലെങ്കിൽ ഈ ബാങ്കിനും ഇതിൽ നിന്നുള്ള ലാഭം എന്നുള്ളതാണ്. ഈ ഒരു ഡീലിൽ നിന്ന് ഇ-കൊമേഴ്സ് കമ്പനിക്കുള്ള ലാഭം എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ലിയർ ആണ്. കാരണം നിങ്ങൾ ഓൾറെഡി മേടിക്കാനിരുന്നത് 25,000 രൂപയുടെ ഫോണാണ്, പക്ഷേ ഈ ഡീല് കണ്ടപ്പോഴത്തേക്ക് നിങ്ങൾ 1 ലക്ഷം രൂപയുടെ ഫോണാണ് മേടിച്ചത്. അതായത് ഇ-കൊമേഴ്സ് കമ്പനിയുടെ സെയിൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 25,000 അല്ല, ഇപ്പം 1 lakh റുപ്പീസായി. അപ്പം അവരുടെ പ്രോഫിറ്റും അതുപോലെ തന്നെ കൂടിയിട്ടുണ്ടാവും. ഇനി ഇതിൽ നിന്ന് ബാങ്കിനുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഓൾറെഡി മേടിക്കാനിരുന്നത് 25,000 രൂപയുടെ ഫോണാണ്, പക്ഷേ ഈ ഓഫർ കണ്ടപ്പോഴത്തേക്ക് നിങ്ങൾ 1 ലക്ഷം രൂപയുടെ ഫോൺ മേടിക്കാൻ തീരുമാനിച്ചു. അപ്പം അതിൽ നിന്ന് ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു 0% EMI കാരണം അല്ലെങ്കിൽ നോ കോസ്റ്റ് EMI കാരണമാണ് നിങ്ങൾ 25,000 രൂപയുടെ ഫോണിന് പകരം 1 ലക്ഷം രൂപയുടെ ഫോൺ മേടിക്കാൻ തീരുമാനിക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ഇ-കൊമേഴ്സ് കമ്പനിയും ബാങ്കും തമ്മിൽ ഒരു എഗ്രിമെൻറ്റ് കാണുമായിരിക്കാം. ഈ പറയുന്ന നോ കോസ്റ്റ് EMI കസ്റ്റമർ അവൈൽ ചെയ്യുകയാണെങ്കിൽ ഈ ഇ-കൊമേഴ്സ് കമ്പനി ബാങ്കിന് ഒരു 5% ഡിസ്കൗണ്ട് പ്രോഡക്റ്റിന് കൊടുക്കുമെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ 1 ലക്ഷം രൂപ വിലയുള്ള മൊബൈൽ ബാങ്കിന് പ്രൊവൈഡ് ചെയ്യുന്നത് ചിലപ്പം 95,000 റുപ്പീസിനായിരിക്കും. അതായത് 5% ഡിസ്കൗണ്ട് ബാങ്കിന് ഇ-കൊമേഴ്സ് കമ്പനി ഡെലിവർ ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ കസ്റ്റമർ ഓരോ മാസവും EMI ആയിട്ട് അടയ്ക്കുന്നത് 16,666 ആണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ആ എമൗണ്ട് ഇൻറ്റു 6 മാസത്തെ EMI പേ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ബാങ്കിന് 1 ലക്ഷം രൂപ കസ്റ്റമറിൻ്റെ നിന്ന് കിട്ടും. അപ്പം ബാങ്ക് ഇ-കൊമേഴ്സ് കമ്പനിക്ക് കൊടുക്കേണ്ടി വരുന്നത് 95,000 റുപ്പീസ് മാത്രമേ ഉള്ളൂ. അപ്പം അബ്സല്യൂട്ട് വാല്യൂ നോക്കുകയാണെങ്കിൽ 5,000 രൂപയാണ് ബാങ്കിൻ്റെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ. അതെന്ന് പറഞ്ഞാൽ വലിയൊരു ഫിഗറായിട്ട് ചിലപ്പം നമുക്ക് തോന്നത്തില്ല. പക്ഷേ അതിൻ്റെ ശരിക്കുള്ള സീക്രട്ട് ഇരിക്കുന്നത് ബാങ്കിൻ്റെ ക്യാഷ് ഫ്ലോയിലാണ്. കാരണം ആ 5,000 റുപ്പീസ് എന്ന് പറഞ്ഞാൽ ബാങ്കിൻ്റെ കണ്ണിൽ അവർക്ക് 20% ഇൻട്രസ്റ്റ് ആണ്. കാരണം ഈ ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് ബാങ്കിന് അവരുടെ ക്യാപിറ്റലായ 95,000 റുപ്പീസിന് കിട്ടാൻ പോകുന്ന റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ 20% ആണ്. ഇനി അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രാൻസാക്ഷൻ്റെ ക്യാഷ് ഫ്ലോ ചെക്ക് ചെയ്താൽ മതി. ഇതാണ് ഞാൻ ആ ലോണിൻ്റെ ഡീറ്റെയിൽസ് ഒരു XIRR കാൽക്കുലേറ്ററിൽ ഇൻപുട്ട് ചെയ്തപ്പം കിട്ടിയ റിസൾട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ 95,000 റുപ്പീസിന് ബാങ്കിന് കിട്ടിയ റിട്ടേൺസ് ആണ് 19.58%. ഇനി ഈ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ബാങ്കിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ്. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളൊരു മൊബൈൽ വാങ്ങിച്ചിരിക്കുന്നത് ജനുവരി 1, 2021 വിചാരിച്ചോ. അതായത് അന്നാണ് നിങ്ങൾ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട് ഒരു ഐഫോൺ മേടിക്കുന്നത്, 1 ലക്ഷം രൂപ വിലയുള്ള ഒരു ഐഫോൺ മേടിക്കുന്നത്. അപ്പം ട്രാൻസാക്ഷൻ നടക്കുമ്പോഴത്തേക്ക് ബാങ്ക് 95,000 റുപ്പീസ് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതായത് 95,000 റുപ്പീസ് ബാങ്ക് ഇ-കൊമേഴ്സ് കമ്പനിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്ന് വിചാരിച്ചു. ഇനി ബാങ്കിന് അടുത്ത മാസം 1-ാം തീയതി ആകുമ്പോഴത്തേക്കായിരിക്കാം ഫസ്റ്റ് EMI ആയിട്ട് കസ്റ്റമർ പേ ചെയ്യുന്നത്. അപ്പം കസ്റ്റമർ പേ ചെയ്യുവാണ്, ഫസ്റ്റ് EMI പേ ചെയ്യുകയാണ് 16,666 റുപ്പീസ്. അപ്പം അടുത്ത മാസവും കസ്റ്റമർ പേ ചെയ്യുകയാണ് 16,666 റുപ്പീസ് തന്നെ. അങ്ങനെ 6 മാസം കൊണ്ട് കസ്റ്റമർ 1 ലക്ഷം രൂപയാണ് ബാങ്കിന് റീപേ ചെയ്യുന്നത്. അപ്പം ഈ ഡേറ്റ അല്ലെങ്കിൽ ഈ ക്യാഷ് ഫ്ലോ നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ബാങ്കിൻ്റെ റിട്ടേൺസ് ആണ് ഈ കാണിച്ചിരിക്കുന്ന 19.58% എന്ന് പറഞ്ഞാൽ. ഇതിനെയും എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ അത് പ്യുവർ മാത്തമാറ്റിക്സ് ആണ്. കാരണം ബാങ്കിന് ഈ 5,000 റുപ്പീസ് പ്രോഫിറ്റായിട്ട് കിട്ടിയിരിക്കുന്നത്
6 മാസം കൊണ്ടല്ല, അത് ഓരോ മാസവും കസ്റ്റമർ പേ ചെയ്യുന്നുണ്ട്. അപ്പം അവരുടെ ഔട്ട്സ്റ്റാൻഡിങ് ലോൺ എമൗണ്ടും കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് അവരുടെ ആവറേജ് ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഒത്തിരി കുറവായിരിക്കാം. ലെറ്റ്സ് സേ ഇപ്പോൾ ഒരു 3 മാസത്തെ ചിലപ്പം 3 മാസത്തേക്കായിരിക്കും ഇവർക്ക് ഈ 5,000 റുപ്പീസ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 3 മാസത്തേക്ക് 5% പ്രോഫിറ്റാണ് ബാങ്കിന് കിട്ടിയിരിക്കുന്നത്. അതൊരു ഇൻറ്റു 4 ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് 20% അറൗണ്ട് കിട്ടും. ആ എമൗണ്ട് തന്നെ, ആ ഫിഗർ തന്നെയാണ് ഈ കാണിച്ചിരിക്കുന്ന 19.58% എന്ന് പറഞ്ഞാൽ. ഇനി ഇതുപോലൊരു ലോൺ പ്രൊവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇ കൊമേഴ്സ് കമ്പനി പറയുകയാണ് ആദ്യത്തെ EMI എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷൻ നടക്കുന്ന ദിവസം തന്നെ ഡെബിറ്റ് ചെയ്യുമെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ എഗെയിൻ നമുക്ക് നോക്കാം. 95,000 റുപ്പീസ്, അതായത് ജനുവരി 1 തന്നെയാണ് ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നത്. 95,000 റുപ്പീസ് ബാങ്ക് ഇ കൊമേഴ്സ് കമ്പനിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. പക്ഷേ അന്ന് തന്നെ 16,666 റുപ്പീസ് കസ്റ്റമറുടെ നിന്ന് അവർ കളക്റ്റും ചെയ്യുന്നു EMI ആയിട്ട്, ഫസ്റ്റ് EMI ആയിട്ട്. അങ്ങനെ രണ്ടാമത്തെ മാസവും കളക്ട് ചെയ്യുന്നു, 3 കളക്ട് ചെയ്യുന്നു, 4 കളക്ട്, 5 കളക്ട്, 6 കളക്ട് ചെയ്യുന്നു. അപ്പം ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നേരത്തേക്കാളും ഒരു മാസം മുമ്പാണ് ട്രാൻസാക്ഷൻ ക്ലോസ് ആവുന്നത്. അതുകൊണ്ട് തന്നെ ബാങ്കിൻ്റെ ക്യാഷ് ഫ്ലോ അവിടെ ഇമ്പ്രൂവ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം നേരത്തെ അവർക്ക് 6 മാസം കൊണ്ടാണ് 5,000 രൂപയുടെ പ്രോഫിറ്റ് കിട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ അവർക്ക് 5 മാസം കൊണ്ടാണ് ആ പ്രോഫിറ്റ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് ബെറ്റർ റിട്ടേൺസ് ആണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും, നേരത്തെ 19.58% ആയിരുന്നു ബാങ്കിൻ്റെ റിട്ടേൺസ്. പക്ഷേ കസ്റ്റമർ ഒരു മാസത്തെ EMI അഡ്വാൻസ് ആയിട്ട് പേ ചെയ്തപ്പോഴത്തേക്ക് അവരുടെ റിട്ടേൺ എന്ന് പറഞ്ഞാൽ 28% ആണ്. അതെന്ന് പറഞ്ഞാൽ ബാങ്കിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഒരു എക്സലൻറ്റ് റിട്ടേൺ തന്നെയാണ്. ഇങ്ങനെയാണ് നോ കോസ്റ്റ് EMI വർക്ക് ചെയ്യുന്നത്. ഇനി അതിൻ്റെ സീക്രട്ട് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഓൾറെഡി കാണിച്ചതുപോലെ തന്നെ ക്യാഷ് ഫ്ലോ ആണ്. കാരണം നിങ്ങൾ ഓരോ മാസവും EMI ആയിട്ട് പേ ചെയ്യുമ്പോഴത്തേക്ക് ബാങ്കിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് ലോൺ എമൗണ്ടും കുറഞ്ഞുകൊണ്ടിരിക്കും, അതായത് നിങ്ങൾ കൊടുക്കാനുള്ളത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർക്ക് അവരുടെ റിട്ടേൺസ്, പെർസെൻറ്റേജ് റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ കൂടിക്കൊണ്ടുമിരിക്കും. ഞാൻ ഈ എപ്പിസോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത എല്ലാ ടൂൾസിൻ്റെയും ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെക്ക് ചെയ്യാം. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗുഡ് ബൈ അൺടിൽ ദ നെക്സ്റ്റ് എപ്പിസോഡ്.